ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈബർ സോഫ്റ്റ്വെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഷിയോമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ സ്മാർട്ട് ബാൻഡ് 5ൻ്റെ അൺബോക്സിംഗ് ആൻഡ് പെയറിംഗ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. സ്മാർട്ട് ബാൻഡ് 5ൽ ആമോൾഡ് കളർ ടച്ച് സ്ക്രീൻ ആണ് വന്നിരിക്കുന്നത്. 50 മീറ്റർ വരെ വാട്ടർ പ്രൂഫ് ആണ്. മാഗ്നറ്റിക് ചാർജിംഗ് ആണ് ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. പുതിയതായി PI പേഴ്സണൽ ആക്ടിവിറ്റി ഇൻ്റലിജൻസ്, അതേപോലെ 11 വർക്കൗട്ട് മോഡ്സ് വന്നിട്ടുണ്ട്. പിന്നെ 24 അവർ സ്ലീപ്പ് ട്രാക്കിംഗ്, സ്ട്രെസ് മോണിറ്ററിംഗ്, ഓട്ടോമാറ്റിക് ആക്ടിവിറ്റി ഡിറ്റക്ഷൻ, വുമൺ ഹെൽത്ത് ട്രാക്കിംഗ്, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് സ്മാർട്ട് ബാൻഡ് 5ൽ നമുക്ക് അവൈലബിൾ ആണ്. 125 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. 14 days ബാറ്ററി ബാക്കപ്പ് അവൈലബിൾ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയ ബ്ലൂടൂത്ത് 5.0 ആണ് ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. പാക്കേജിൽ കൊടുത്തിരിക്കുന്നത് 2999 രൂപയാണ് ഇതിൻ്റെ റേറ്റ് പറയുന്നത്. എന്നാൽ നമുക്ക് 2500 രൂപയ്ക്കാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം കാണാൻ സാധിക്കുന്നത് സ്മാർട്ട് ബാൻഡ് 5 തന്നെയാണ്. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ചാർജിംഗ് കേബിള്. ഇനി നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കുന്നത് യൂസർ മാനുവലാണ്. എങ്ങനെയാണ് ഇത് പെയർ ചെയ്യേണ്ടത്, അതിൻ്റെ ഇൻസ്റ്റാളേഷൻ, എങ്ങനെയാണ് പെയർ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. MI ഫിറ്റ് ആപ്പാണ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്ത് പെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒരു ഇനീഷ്യൽ സെറ്റപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നത് MI ഫിറ്റ് ആപ്പാണ്. MI ഫിറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള QR കോഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും MI ഫിറ്റ് ആപ്പ് അവൈലബിൾ ആണ്. നമ്മുടെ ഫിറ്റ്നസ് ബാൻഡ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ MIയുടെ സ്മാർട്ട് ബാൻഡ് 5. അത്യാവശ്യം തന്നെ ബിൽഡ് ക്വാളിറ്റി തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിലുള്ള സ്ട്രാപ്പാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്ട്രാപ്പ് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പഴയ ബാൻഡുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഹെർട്ട് റേറ്റ് മോണിറ്ററിംഗ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ മാഗ്നറ്റിക് ചാർജർ കേബിൾ അറ്റാച്ച് ചെയ്യുന്നത്. അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ചാർജിംഗ് കേബിൾ. ഈ പിന്ന് കാണുന്ന ഭാഗമാണ് നമ്മുടെ വാച്ചുമായി നമ്മൾ കണക്ട് ചെയ്യുന്നത്. അവിടെ തന്നെ ഒരു മാഗ്നറ്റിക് പവർ ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ വാച്ചിലേക്ക് അറ്റാച്ച് ആവുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മുടെ ഈ ട്യൂബിൻ പോലെ ഇരിക്കുന്ന ഭാഗത്തേക്ക് നമ്മുടെ ചാർജിങ് കേബിൾ അറ്റാച്ച് ചെയ്യുക. അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി അറ്റാച്ച് ആവുന്നതാണ്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് പവർ തന്നെ അവിടെ ഉണ്ട്. പെട്ടെന്നൊന്നും അങ്ങനെ ഊരി പോകത്തില്ല. അത്യാവശ്യം നല്ല സ്ട്രോങ് തന്നെയാണ്.
ഇനി ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മുടെ USB പോർട്ട് ലാപ്ടോപ്പിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും മൊബൈൽ ചാർജറിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ബോക്സിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ചാർജ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഞാൻ എന്തായാലും ഒന്ന് ചാർജ് ചെയ്തിരുന്നു. ചാർജ് ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിരിക്കും പറയുന്നത്. അതിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, നെക്സ്റ്റ് അടിക്കാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത് പെയർ ഫസ്റ്റ് എന്നായിരിക്കും കാണിക്കുക. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ MI Fit to ആപ്പ് ആയിട്ട് പെയർ ചെയ്യാം. നമുക്കിനി അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യും. MI Fit എന്ന് സെർച്ച് ചെയ്യുക. ഈ കാണുന്ന ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. MI Fit ആപ്പ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാം സൈൻ ഇൻ ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ റീജിയൻ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക, അതേപോലെ വെരിഫിക്കേഷൻ കോഡ് ടൈപ്പ് ചെയ്ത് സൈൻ അപ്പ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അത് കഴിയുമ്പോൾ നമ്മുടെ ഒരു പ്രൊഫൈൽ പേജ് വരും. അവിടെ നമ്മുടെ ഇനീഷ്യൽ കുറച്ച് ഡീറ്റെയിൽസ്, നിക് നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഹൈറ്റ്, വെയിറ്റ്, ആക്ടിവിറ്റി ഗോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഹോം സ്ക്രീൻ. ഹോം സ്ക്രീനിൽ പോകാൻ കഴിയുമ്പോൾ നമ്മളോട് പെർമിഷൻസ് അലോ ചെയ്യാൻ പറയും. പെർമിഷൻസ് എല്ലാം അലോ ചെയ്യും. ഇനി പെയർ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ടാപ്പ് ടു പെയർ എന്ന് പറഞ്ഞു ഇവിടെ കാണുന്ന ലിസ്റ്റിൽ ബാൻഡ് സെലക്ട് ചെയ്യുക, എഗ്രി കൊടുക്കുക, അലോ ചെയ്യും. സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാൻഡിലേക്ക് ഇപ്പോൾ ഒരു കൺഫേം റിക്വസ്റ്റ് വന്നു കഴിഞ്ഞു. നമുക്കതൊന്ന് അക്സെപ്റ്റ് ചെയ്യാം. പെയർഡ് സക്സസ്ഫുള്ളി എന്ന് വന്നു കഴിഞ്ഞു. അതേപോലെ ഫോണിലും പെയർഡ് സക്സസ്ഫുള്ളി എന്ന്. ഈ കാണുന്നത് നമുക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് ആണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ട്രൈ നൗ ക്ലിക്ക് ചെയ്യാം. സ്മാർട്ട് ബാൻഡ് 5 ആയി നമ്മൾ കണക്ട് ചെയ്ത് ഇവിടെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഇതാണ് നിങ്ങളുടെ ഹോം സ്ക്രീൻ. ഇവിടെ നമുക്ക് അൺലോക്ക് സ്ക്രീൻ കൊടുക്കാം, അല്ലെങ്കിൽ ഇൻകമിംഗ് കോഡ് മാനേജ് ചെയ്യാം, ഇവന്റ് റിമൈൻഡേഴ്സ്, അലാറം, ആപ്പ് അലേർട്ട്, ഐഡിയൽ അലേർട്ട്, ഇങ്ങനത്തെ നമുക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഡിവൈസ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഫൈൻഡ് ബാൻഡ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സ്മാർട്ട് ബാൻഡ് വൈബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഇവിടെ നമുക്ക് കുറേ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ചെയ്യാം. ഷോർട്ട് കട്ട്, ഡിസ്പ്ലേ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇവിടുന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം സ്റ്റാറ്റസ്, PAI, ഹെർട്ട് റേറ്റ്, നോട്ടിഫിക്കേഷൻസ്, സ്ട്രെസ്, ബ്രീത്തിങ്, ഇവൻറ്റ്സ്, വെതർ. വെതർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെതർ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ വർക്കൗട്ട് മോഡുണ്ട്. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 11 വർക്കൗട്ട് മോഡ്സ് അവൈലബിൾ ആണ്. ഔട്ട്ഡോർ സൈക്ലിങ്, റണ്ണിങ്, സൈക്ലിങ്, ഇൻഡോർ സൈക്ലിങ്, വാക്കിങ്, എലിപ്റ്റിക്കൽ, യോഗ, പൂൾ സ്വിമ്മിങ്, അങ്ങനെ 11 മോഡ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. മോറിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് DND, അലാറം, ക്യാമറ, അതേപോലെ മ്യൂസിക്, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, ഫൈൻഡ് ഡിവൈസ്,
സൈലൻറ്റ്, വേൾഡ് ക്ലോക്ക്, ബാൻഡ് ഡിസ്പ്ലേ, സെറ്റിങ്സിൻ്റെ അകത്ത് നമ്മൾ വീണ്ടും ചെന്നാൽ നമുക്ക് ബ്രൈറ്റ്നെസ് കൺട്രോൾ ചെയ്യാം. നമുക്ക് ബ്രൈറ്റ്നെസ് വേണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ നമുക്ക് ബ്രൈറ്റ്നെസ് കുറയ്ക്കാം. പിന്നെ ലോക്ക് സ്ക്രീൻ ഉണ്ട്. ഡിറ്റക്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൽ നമുക്ക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആക്ടിവിറ്റി ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്കത് വേണമെങ്കിൽ ഓണാക്കിയിടാം. പിന്നെ ഉള്ളത് റീബൂട്ട്, ഫാക്ടറി റീസെറ്റ്, റെഗുലേറ്ററി, എബൌട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൂടൂത്ത് വെർഷൻസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്കവിടെ കാണാവുന്നതാണ്. ഞാനിത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ എന്തായാലും ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.